നീ എൻ സ്വന്തം. വൈകിട്ട് 7 മണിക്ക് ദൃശ്യം 2024 വ്ളോഗിൽ. ഇതെന്താ, നമ്മളെ വരവേൽക്കാനായിട്ട് നിൽക്കുകയാണോ എല്ലാവരും കൂടി? ഭാനു പറഞ്ഞു. വരവേൽക്കാൻ നിൽക്കാതിരിക്കില്ല, നമുക്കെങ്ങനെ പണി തരാം എന്നാലോചിച്ചു കൊണ്ടുള്ള നിൽപ്പായിരിക്കും, സാരംഗി പറഞ്ഞു. അവളുടെ ആ നോട്ടം നോക്കിക്കേ, അതത്ര ശരിയല്ല. സാരംഗി പറഞ്ഞപ്പോഴാണ് ശ്രീദേവ് അത് കേട്ടത്. അവൻ കനികയെ നോക്കി. ശരിയാണ്, അവൾ ദക്ഷയെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ ദേഷ്യമാണെന്ന് കണ്ട ശ്രീദേവ് ദക്ഷയ്ക്ക് മുന്നിലായി പതിയെ നടന്നു. അവൻ്റെ പിന്നിലായി ദക്ഷയും നടന്നു. ഇതിപ്പോൾ ഒത്തിരി സമയമായല്ലോ ശ്രീദേവ് പോയിട്ട്. നിങ്ങൾ ഒത്തിരി ദൂരം പോകുന്നുണ്ടോ? കനിക ചെറു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു. കുറച്ച് ദൂരം പോകുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് പിന്നിലേക്ക് തിരിഞ്ഞു. അത് കണ്ട ദക്ഷ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ ചലനവും അവൻ്റെ നോട്ടവും മനസ്സിലായതും ദക്ഷ വേഗം അകത്തേക്ക് കയറിപ്പോയി. അവൾ പോയതിൻ്റെ പുറകെ അവളെ നോക്കുന്ന നാഗേന്ദ്ര സിംഹയെ കണ്ടതും ശ്രീദേവിൻ്റെ കൈമുഷ്ടി ചുരുണ്ടു. അവൻ്റെ ഞരമ്പുകൾ ഉണർന്നു. ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും ദൃശ്യം 2024 വ്ളോഗിൽ.